നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ഓക്കെ മാം. യെസ് ബിജു സർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ബിജു കെ മാത്യു, കോഴിക്കോട് വെള്ളിവർമ്പ് സ്വദേശിയാണ്. ഫാമിലി ആൻഡ് കപ്പിൾസ് കൗൺസിലിംഗ് ചെയ്യുന്നു. ഒരു എന്റർപ്രണർ കൂടിയാണ്. ഞങ്ങൾ MSc എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലാസ്മേറ്റ്സ് കുറേ പേര് വിംബിളിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഞാനും എൻ്റെ വൈഫും കൂടി വിംബിളിലേക്ക് വരുന്നതും ട്രെയിനർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതും. ശരിക്കും ഇത്രയും അമിക്കബിൾ ആയിട്ട്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പോകുന്നു. ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചാണെങ്കിലും അറിയാം, ഇത്രയും അമിക്കബിൾ ആയിട്ട് ഒരു കോഴ്സ് ചെയ്യാൻ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. വൈസൽ സാറിന്റെ ഓരോ ക്ലാസ്സുകളും അത് ഇഴകീറി പരിശോധിച്ച് ഓരോ പോയിന്റും പറയുന്ന ക്ലാസ്സുകൾ പ്രത്യേകിച്ചും നമുക്ക് വളരെയധികം പ്രചോദനാത്മകവും ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടുമാണ്. അതേപോലെ നമ്മുടെ വോയിസുകൾ കൃത്യമായിട്ട് കേട്ട് അതിൻ്റെ ഓരോ മുക്കും മൂലയും നോക്കി അതിന് കൃത്യമായ ഒരു ഇവാലുവേഷൻ തരുന്ന അർച്ചന മാമും നമ്മൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇന്ന് ട്രെയിനർ കോഴ്സ് പാസ്സായവരാണ് ഇന്ന് ഈ ട്രെയിനേഴ്സ് ടോക്കിൽ വരുന്നത് സാധാരണയായി. അപ്പൊ ഇന്ന് നമുക്കായിട്ട് ടോക്ക് ചെയ്യാനായിട്ട് വരുന്നത് ലൂയിസ് രാജ് മാമാണ്, 22nd ബാച്ച്. മാമിന്റെ സബ്ജക്റ്റ് തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫ് കൾച്ചർ എന്ന ഒരു സബ്ജക്റ്റ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഡെഫ് കൾച്ചർ എന്നൊരു വേർഡ് ആദ്യം കേൾക്കുകയാണ്. എനിക്ക് തോന്നുന്നു പലരും കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ചെവി കേൾക്കാത്ത ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, ചെവി കേൾക്കാത്തവൻ ചെകിടൻ പൊട്ടനൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതിനുപരിയായിട്ട് അതൊരു കൾച്ചർ, ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി, ഒരു ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാനാണ് ഇന്നത്തെ ക്ലാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം സാധാരണ നമ്മളിപ്പോൾ കണ്ണട വെച്ച ഒരാളെ കാണുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ന്യൂനതയോ തോന്നാറില്ല. അതേസമയം നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ച ഒരാളെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ശ്രദ്ധിക്കും എന്നത് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ നമുക്ക് കാണാറുണ്ട്. കാരണം കണ്ണട വെച്ച ആളുകൾ ഒരുപാടുണ്ട് സമൂഹത്തിൽ, അതുകൊണ്ടായിരിക്കാം. അതേസമയം ഈ ഡഫ് എന്നൊരു സബ്ജക്റ്റ് വരുമ്പോൾ ആളുകൾക്ക് കുറച്ചൊരു പാർഷ്യാലിറ്റി ഉണ്ടാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ ഒരു സബ്ജക്റ്റ് ഇന്നിവിടെ കൃത്യമായിട്ട് നമുക്ക് ലൂയിസ് രാജ് മാം എടുക്കാൻ പോവുകയാണ്. ലൂയിസ് രാജ് മാം എറണാകുളം സ്വദേശിയാണ്, ഒരു എന്റർപ്രണർ ആണ്, ലൈഫ് കോച്ചാണ്. അത് കൂടാതെ ഈ സൈൻ ലാംഗ്വേജ് എന്റർപ്രട്ടർ എന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് മാം. 22nd ബാച്ച് ട്രെയിനർ 22nd ബാച്ച് മെമ്പറാണ്. അപ്പൊ മാമിന്റെ ക്ലാസ്സിനായിട്ട് നമുക്ക് കാതോർക്കാം. ഞാനൊക്കെ TV-യിലൊക്കെ നമ്മൾ ഈ ഡഫിനുള്ള ന്യൂസ് കാണാറുണ്ട്. ശരിക്കും ന്യൂസ് കാണാറല്ല, കാരണം നമുക്ക് അതിലെ സൈൻ ലാംഗ്വേജ് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാറില്ല. ന്യൂസ് കേൾക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ഡഫിനുള്ള ന്യൂസ് ആയിരിക്കും, അപ്പൊ നമ്മളത് കേൾക്കും, പക്ഷെ അത് കാണാറില്ല. പക്ഷെ അത് കാണാമെന്നുള്ളത് തോന്നലുണ്ടാക്കാൻ, നമുക്ക് ആ ഒരു കൾച്ചർ മനസ്സിലാക്കാൻ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ലൂയിസ് രാജ് മാമിനെ ഹാർദവമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി. താങ്ക് യു ബിജു സാർ. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് എനിക്ക് തന്നത്, അതിന് നന്ദി പറയുന്നു. സാറിന്റെ ഇൻട്രൊഡക്ഷൻ ഈ ഒരു വിഷയത്തിലേക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്നവരെ സഹായിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. താങ്ക് യു, എല്ലാം റെസ്പോണ്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും യാത്ര പോവാൻ ഇഷ്ടമാണ് അല്ലേ?
യാത്ര പോവാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. എല്ലാവർക്കും തന്നെ യാത്ര പോവാൻ ഇഷ്ടമാണ്, അല്ലേ? ഇനി അഥവാ യാത്ര പോവാൻ ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രത്യേക കാരണം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമായിരിക്കും, അതും അല്ലെങ്കിൽ എന്തെങ്കിലും മോഷൻ സിക്നസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യാത്രയോട് ഒരു ഇഷ്ടക്കുറവ് വരാനുള്ള സാധ്യതയുള്ളൂ. അതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും തന്നെ യാത്ര പോകാൻ, പുതിയ സ്ഥലങ്ങൾ കാണാനൊക്കെ വളരെയധികം ഇഷ്ടമാണ്, അല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോ ഒരു യാത്ര പോയാലോ? റെഡിയാണോ എല്ലാവരും? Yes. യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു യാത്ര പോവാം. ഈ യാത്ര പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ നമുക്ക് യാത്ര പോവാം. നിങ്ങളുടെ ഇമാജിനേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കണ്ണടയ്ക്കാം. ഇനി കണ്ണടച്ചില്ലെങ്കിലും എനിക്ക് ഇമാജിനേഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ നിർബന്ധമില്ല, കണ്ണടയ്ക്കണമെന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. നമ്മുടെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഈ യാത്ര നിങ്ങൾ ഇപ്പൊ തനിച്ചാണ് പോകുന്നത്. വളരെ പ്രത്യേകതയുള്ള ഒരു യാത്രയാണ്. നിങ്ങൾ തനിച്ചാണ് പോകുന്നത്. ഈ യാത്ര കുറച്ച് സമയം എടുത്തു പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ. മാസങ്ങളോളം വേണ്ടി വരും നിങ്ങൾക്ക് പോകേണ്ട ആ സ്ഥലത്ത് എത്തിച്ചേരാൻ. പക്ഷേ പോകേണ്ട ഈ സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് കേട്ടറിവോ കണ്ടുപരിചയമൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോ ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ നിറയെ ഭക്ഷണമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് കഴിക്കുകയാണ്. ഒത്തിരി സന്തോഷമായി. അവിടെയുള്ള ആളുകളും വളരെ സ്നേഹമുള്ള ആളുകളാണ്. പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ ഭാഷ നിങ്ങൾക്കറിയില്ല. കാരണം നിങ്ങൾക്ക് അറിയാത്ത പുതിയൊരു സ്ഥലമാണല്ലോ അത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഭാഷ നിങ്ങൾക്ക് അത്ര പരിചയമില്ല. അപ്പോ ഇനി വേറൊരു പ്രശ്നം കൂടി ഉള്ളത്, നിങ്ങളൊരു ഗ്ലാസ് ഹൗസിനകത്താണ്, ഒരു ചില്ല് വീടിനകത്താണ്, ഒരു ചില്ല് കൂട്ടിനകത്താണ് നിങ്ങളുള്ളത്. നിങ്ങൾക്ക് പുറത്തു പോകാം, ഇഷ്ടമുള്ള പോലെ സഞ്ചരിക്കാം, ഇഷ്ടമുള്ള ആളുകളെ കണ്ടുമുട്ടാം. പക്ഷെ എവിടെ പോയാലും ഈ ചില്ല് കൂടിനുള്ളിലാണ് നിങ്ങൾ. അതും കൂടിയേ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോ നിങ്ങൾക്കുള്ള സന്തോഷത്തിന് ഇത്തിരി ഒരു കുറവ് വന്നിട്ടുണ്ടാവും. എന്നാലും സാരമില്ല, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആളുകള് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ ഈ ചില്ലുകൂടിനകത്ത് ആയതുകൊണ്ട് പുറത്തുള്ള ശബ്ദങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആളുകൾ പിന്നെയും നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കാതോർത്തു, കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അവരുടെ ചുണ്ടുകളിലേക്ക് നോക്കുകയാണ്. ചുണ്ടനക്കം നോക്കിയിട്ടെങ്കിലും ഇവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാമല്ലോ. പക്ഷെ അതും പരാജയപ്പെട്ടു. കാരണം നിങ്ങൾക്ക് അറിയാത്ത ഒരു ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ആകെ സങ്കടമായി. നിങ്ങൾക്ക് സങ്കടമായെന്ന് അവർക്കും മനസ്സിലായി. അപ്പോ അവര് മനസ്സിലാക്കി, ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്നത് വ്യക്തമാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ പറയുന്ന കാര്യം ഒരു പേപ്പറിൽ എഴുതി കാണിച്ചു കൊടുത്താലോ? ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവര് സംസാരിക്കുന്ന അതേ കാര്യം നിങ്ങളെ ഒരു വെളുത്ത പേപ്പറിൽ എഴുതി കാണിക്കുകയാണ്. നിങ്ങളത് വായിക്കാൻ ശ്രമിച്ചു, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് അറിയാത്തൊരു ഭാഷ, അത് അവർ സംസാരിക്കുന്ന അതേ ഭാഷയാണെങ്കിൽ കൂടെ നിങ്ങൾക്കത് എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്കത് പുതിയൊരു ഭാഷയായതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാകുന്നില്ല. നിങ്ങൾക്ക് സങ്കടമായി. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. ഇപ്പോ നിങ്ങൾക്ക് കുറച്ചൊക്കെ എന്താണ് ഇവര് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പോ നിങ്ങളുടെ സർവൈവലിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറച്ചൊക്കെ അവരുടെ പെരുമാറ്റ രീതികളും ചുണ്ടനങ്ങുന്നതും അവരെന്തിനെ പറ്റിയാ സംസാരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചുണ്ടനക്കത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പം പേപ്പറിൽ എഴുതി കാണിക്കുമ്പോഴും ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ചൊന്നുമല്ല കേട്ടോ, നിങ്ങളുടെ സർവൈവലിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചതാണ്. അങ്ങനെ പിന്നെയും കുറച്ച് നാളുകൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം വൈകുന്നേരം നിങ്ങൾ നടക്കാൻ ഇറങ്ങി.
നടക്കാൻ ഇറങ്ങുമ്പോഴും ഓർക്കുക നിങ്ങൾ ഈ ചില്ലുകൂടിനകത്ത് തന്നെയാ. അപ്പൊ നടക്കാൻ ഇറങ്ങിയപ്പോ അവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പാട്ട് പാടുന്നു. നല്ല മനോഹരമായ ഒരു വൈകുന്നേരമാണ്, നല്ല മനോഹരമായ പാർക്കൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങൾ ഒരാളെ കണ്ടു. ഈ ആൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ആളും നിങ്ങളെ പോലെ ഒരു ചില്ലുകൂടിനകത്താണ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? എന്നെ പോലെയുള്ള എന്റെ അതേ മാനസികാവസ്ഥയിലുള്ള എന്റെ അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി. നിങ്ങൾ അയാൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അയാളുടെ പേരോ നാടോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം നിങ്ങളെ പോലെയുള്ള ഒരാളാണ് അയാൾ എന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സന്തോഷമായി. നിങ്ങൾ ഓടിച്ചെന്നു. നിങ്ങളെ കണ്ടപ്പോൾ അയാൾക്കും വളരെയധികം സന്തോഷമായി. അയാൾ ഓടി വന്നു, നിങ്ങൾ പരസ്പരം ഹഗ് ചെയ്തു. നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളുടെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പതിയെ പതിയെ ആ ബന്ധം വളർന്നു. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പായി, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള കുറെ ആളുകളും ചുറ്റിലും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ നിങ്ങൾ കുറെ അന്വേഷണങ്ങൾക്കൊടുവിൽ നിങ്ങളെ പോലെയുള്ള കുറച്ച് ആളുകളെ കണ്ടുപിടിക്കുന്നു, നിങ്ങളുടേതായ രീതിയിൽ സംസാരിക്കുന്നു. ഒടുവിൽ ആ ഗ്രൂപ്പ് ഒരു വലിയ ഗ്രൂപ്പായിട്ട് വളരുന്നു. നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉപാധി എന്ന രീതിയിൽ നിങ്ങളുടേതായ ഒരു ഭാഷ കണ്ടുപിടിക്കുന്നു. ഒരു കൂട്ടം എന്ന നിലയിൽ നിങ്ങൾ വളരുന്നു. വ്യക്തികൾ എന്ന നിലയിൽ നിങ്ങൾ മുമ്പത്തേക്കാളും കൂടുതൽ സന്തോഷമുള്ളവരായി. ഇപ്പോ നമുക്ക് ഈ യാത്ര, ഈ ചെറിയ കഥ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം. ഇനി കണ്ണടച്ച് വരുന്നവർക്കൊക്കെ ഒന്ന് കണ്ണു തുറക്കാം. ഇപ്പോ ഞാൻ എന്തിനാണ് ഈ കഥ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തിനായിരിക്കും ഞാനിപ്പോ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. കാരണം നമുക്കറിയാം, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഡെഫ്നെസ് ആയിട്ട് ബന്ധപ്പെട്ടതാ. ഇവിടെയുള്ള എല്ലാവരും തന്നെ കേൾവിയുള്ള ആളുകളാണ്. കേൾവി എന്ന നമ്മുടെ ആ ഒരു എബിലിറ്റിയിൽ നിന്ന് പൂർണ്ണ പ്രയോജനം അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡെഫായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഡെഫിന്റെ ഷൂസിൽ നിന്നുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക, അനുഭവിച്ചറിയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഈ ഒരു ടോപ്പിക്കിലേക്ക് ഒരുക്കുക, കുറച്ചെങ്കിലും ഡെഫിന്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ ഒരു യാത്ര കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നമ്മുടെ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് കടന്നാലോ. അപ്പൊ ഡെഫ്നെസിനെ പറ്റി ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഡിസേബിലിറ്റി എന്താണെന്ന് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഡെഫ്നെസ് ഒരു ഡിസേബിലിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്താണ് ഡിസേബിലിറ്റി? അതിന്റെ ഒരു ഡെഫിനിഷൻ ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഡിസേബിലിറ്റി? നമുക്ക് പരിചയമുള്ളൊരു ടേം അല്ലേ ഡിസേബിലിറ്റി? സാധാരണ പോലെ ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥ. ചെവി താങ്ക് യു. കേൾക്കാതിരിക്കുക, കണ്ണ് കാണാതിരിക്കുക, അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. താങ്ക് യു മാം. അപ്പൊ ഇതാണ് ഡിസേബിലിറ്റി. മാം പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് ആണ്. ഒരു ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ലോങ് ടേമില് ഫിസിക്കലോ മെന്റലോ ഇന്റലക്ച്വലോ സെൻസറി ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ഒരു ഇമ്പയർമെന്റ് ഉണ്ട്. ആ ഇമ്പയർമെന്റ് നമ്മുടെ പേഴ്സണൽ ലൈഫിനെയോ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിനെയോ ബാധിക്കുന്നു. അതായത് എല്ലാവരും ചെയ്യുന്ന പോലെ ഈക്വൽ ആയിട്ടുള്ള നമ്മുടെ ഒരു പങ്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു ആ ഇമ്പയർമെന്റ് അല്ലെങ്കിൽ ആ വൈകല്യം ഒരു ഡിസേബിലിറ്റി ആയിട്ട് കണക്കാക്കും. ഇതാണ് നമുക്ക് ഡിസേബിലിറ്റി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡിസേബിലിറ്റി ഉള്ള ആളുകളെ നമ്മൾ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് എന്നാണ് പറയുക. എന്താ പറയുക? പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ്. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഇപ്പൊ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും, അതെന്താ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് പറയുന്നത്? സ്പെഷ്യലി ഏബിൾഡ് അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് അങ്ങനെയല്ലേ പറയേണ്ടത്? അതെന്താണ് ഈ ഒരു ടേം പറയുന്നതും തോന്നിയേക്കാം. വളരെ മുമ്പ് തൊട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്ന ടേം ഈ സ്പെഷ്യലി ഏബിൾഡ് അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നുള്ള ഒരു ടേം തന്നെയാണ്. പക്ഷെ അതിന് യഥാർത്ഥത്തിൽ 2006 UN ഈ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് കൺവെൻഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോ ആ കൺവെൻഷനിൽ വെച്ചിട്ട് ഈ ഡിസേബിലിറ്റി ഉള്ള ആളുകളെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലീഗൽ അല്ലെങ്കിൽ ഒരു ഏജൻസി ടേം നമ്മൾ കൊണ്ടുവരണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു. അതിന്റെ ഫലമായിട്ട് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി എന്നൊരു ടേം കൊണ്ടുവന്നു. അപ്പൊ എഴുതുമ്പോൾ നമ്മൾ അത് PWD എന്ന് എഴുതുക. അതിൽ പിയും ഡിയും നമ്മൾ വലിയ അക്ഷരത്തിലാണ് എഴുതുക. അപ്പം എന്തിനാണ് അങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാല്, നമ്മൾ ഡിഫറെന്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ അവിടെ പേഴ്സൺ എന്നൊരു വേർഡ് വരുന്നില്ല.
അപ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ ആ വ്യക്തിയുടെ ഡിസേബിലിറ്റി ആയിട്ട് കോർത്തിണക്കി പറയുന്ന ഒരു ഫീൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് എന്ന് പറയുമ്പോൾ പേഴ്സൺ തുടക്കത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മാത്രമല്ല പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്കുള്ള ഒരുപാട് ആസ്പെക്ട്സിൽ ഒന്ന് മാത്രമാണ് അയാളുടെ ഡിസേബിലിറ്റി എന്നൊരു അർത്ഥം കൂടി അതിന് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് എന്നൊരു ടേം കൊടുക്കാൻ തീരുമാനിച്ചത്. ഇനി ഡിസേബിലിറ്റി ഉള്ള ആളുകൾ ഇതിനെ എങ്ങനെയാ കാണുന്നതെന്ന് വെച്ചാല് അവർ പറയുന്നത് ഈ സ്പെഷ്യലി ഏബിൾഡ് അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ അത് ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. അങ്ങനെ ഒരു ടേം കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരിക്കലും പരിഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാനും കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ടേം, ഒരു ഷുഗർ കോട്ടഡ് ടേംസ് കൊണ്ടുവരുന്നതിന് പകരം ഞങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്ന, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിഗ്നിറ്റി തരുന്ന ഒരു ടേം കൊണ്ടുവരുന്നതാണ് നല്ലത്. അതിന് ഈ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി എന്നുള്ള ഒരു ടേം നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അന്ന് തൊട്ട് ഈ ടേം ആണ് നമ്മൾ അഡ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. 2007 പിറ്റേ വർഷം തന്നെ നമ്മുടെ രാജ്യമായ ഇന്ത്യയും അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2016 ഒരു ആക്ട് വന്നു. ആ ആക്ട് പറയുന്നത് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ്, ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ അതിനെ RPWD ആക്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആക്ടിൽ ഒരു 21ഓളം ഡിസേബിലിറ്റീസ് പറയുന്നുണ്ട്. ഈ 21ഓളം ഡിസേബിലിറ്റീസിൽ ഒരു ഡിസേബിലിറ്റി ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഈ ഹിയറിംഗ് ഇമ്പയർമെന്റിനുള്ളിലാണ് നമ്മൾ പറയാൻ പോകുന്ന ഡെഫ്നെസ്സും അതുപോലെ തന്നെ ഹാർഡ് ഓഫ് ഹിയറിംഗ്. അപ്പൊ ഈ ഡെഫ്നെസ്സും അല്ലെങ്കിൽ ഡെഫ് എന്ന് പറയുന്നതും ഈ ഹാർഡ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണോ? അതെ, രണ്ടും രണ്ടാണ്. എങ്ങനെയാണ് ഇത് രണ്ടും രണ്ടാണെന്ന് നോക്കിയാൽ ഹിയറിംഗ് ഇമ്പയർമെന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അടിസ്ഥാനത്തിലാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചെവി, നമ്മൾ ഡെഫ്നെസ് ഉദ്ദേശിക്കുന്നത് കേൾക്കാനും സംസാരിക്കാനും കഴിയാത്ത അവസ്ഥയാണല്ലോ. അപ്പം പ്രധാനമായിട്ടും പ്രൈമറി ആയിട്ടും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ കേൾവിക്കാണ്, ചെവിക്കാണ്. അപ്പൊ നമ്മുടെ ചെവിയെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ മറന്നിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ ചെവിയെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം നമ്മുടെ ഈ ഔട്ടർ ഇയർ ആണ്. ഈ ഭാഗം ഈ ചെവിക്കുടാന്നാണ്, പിന്നാന്നാണ് ഈ ഭാഗത്ത് പറയുക. ഈ ഭാഗമാണ് നമ്മുടെ ഔട്ടർ ഇയർ. അതിനുള്ളിൽ ഒരു കുഴൽ പോലെയുണ്ട്. ആ ഭാഗം നമ്മൾ മിഡിൽ ഇയർ എന്ന് പറയും. അതിന്റെ അറ്റത്താണ് 4 സിംഗിൾ സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും തിന്നായിട്ടുള്ള അസ്ഥികളൊക്കെ ഉള്ളത്. പിന്നീട് ലാസ്റ്റ് ഉള്ള പോർഷനാണ് ഇന്നർ ഇയർ എന്ന് പറയുന്നത്. ഈ ഇന്നർ ഇയറിന്റെ ഉള്ളിലാണ് കോക്ലിയ സ്ഥിതി ചെയ്യുന്നത്. കോക്ലിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അട്ടയെ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു അവയവമാണ്. നമുക്കറിയാം, നമുക്ക് ഈ ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാകുന്നത് ഈ കോക്ലിയയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പം ഈ കോക്ലിയാണ് വൈബ്രേഷൻസ് എല്ലാം നമ്മുടെ നെർവ് എൻഡിങ്സ് ആയിട്ട് കണക്ട് ചെയ്ത് സിഗ്നൽ ബ്രെയിന് കൊടുത്ത് ശബ്ദങ്ങളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കും. അപ്പൊ ഈ ഔട്ടർ ഇയറിനും മിഡിൽ ഇയറിനും ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതും കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതുമൂലം ഉണ്ടാകുന്ന കേൾവി കുറവിന് ഒരു ഹിയറിംഗ് എയ്ഡ് വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റും. അപ്പം ഔട്ടർ ഇയറിനും മിഡിൽ ഇയറിനും ഉണ്ടാകുന്ന പ്രശ്നത്തിൽ ഉണ്ടാകുന്ന കേൾവി കുറവിനെ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഹാഫ് ഡെഫ് അല്ലെങ്കിൽ ഹാർഡ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നു. ഇനി ഇന്നർ ഇയർ, അതായത് കോക്ലിയയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ നെർവ്സിനോ അതുമല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ബ്രെയിൻ സിഗ്നൽസിനോ ഉള്ള പ്രശ്നം മൂലം ഹിയറിംഗ് ഇമ്പയർഡ് ആകുന്ന ആളുകൾക്ക് ഒട്ടും തന്നെ കേൾക്കാൻ കഴിയില്ല. അവർക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചാലും പറ്റില്ല. അപ്പം അവർക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ അതും പലപ്പോഴും പലരിലും സക്സസ് ആകാറില്ല. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റാത്ത ആളുകളെയാണ് നമ്മൾ ഡെഫ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി നോക്കുന്നത് എപ്പോ തൊട്ടാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടായത്? ഗർഭാവസ്ഥയിൽ വെച്ചുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർ ജനിച്ചു കഴിഞ്ഞിട്ട് അസുഖം വന്നിട്ടോ അപകടം വന്നിട്ടോ പോയതാണോ? അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ റീസൺ ഇനി ഹെറിഡിറ്റി ആയിട്ട് കിട്ടിയതാണോ, അസുഖം വന്നിട്ട് പോയതാണോ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കണക്കിലെടുത്തും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഓഡിയോഗ്രഫി ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് പറയുന്നതനുസരിച്ച് ഇപ്പം ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് മാത്രമല്ല മിക്ക ഡിസേബിലിറ്റി നമ്മൾ നോക്കുന്നത് ഈ പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ ഡെഫ്നെസിന്റെ കാര്യത്തിൽ ഒരു വ്യക്തിക്ക് 60% തൊട്ട് 70% വരെ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ഹാർഡ് ഓഫ് ഹിയറിംഗ് ആണ്, കുറച്ചൊക്കെ കേൾക്കാൻ പറ്റുമെന്ന. പക്ഷെ ഒരു വ്യക്തിക്ക് ഒരു 70% മേലെയാണ് ഈ ഇമ്പയർമെന്റ് ഉള്ളതെങ്കിൽ
ആ വ്യക്തിക്ക് ഒട്ടും തന്നെ കേൾക്കാൻ പറ്റില്ല. അപ്പൊ ആ വ്യക്തി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡെഫ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ ഇതാണ് ഹിയറിംഗ് ഇമ്പയർമെന്റും ഹിയറിംഗിന്റെ ഹാർഡ് ഓഫ് ഹിയറിംഗും ഡെഫും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ നമ്മൾ ഈ ഒരു ഡെഫ്നെസ് എന്നുള്ള ഒരു ടേം ഒരു ഐഡിയോളജിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഹാർഡ് ഓഫ് ഹിയറിംഗും ഡെഫും ഒരു കുടക്കീഴിൽ വരും. നമുക്ക് ആ ഡെഫ്നെസ് എന്നുള്ളതൊരു അംബ്രല്ല ടേം ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഡെഫ്നെസ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം, ഡെഫ് കൾച്ചർ എന്നുള്ളത്. ഓക്കെ, അപ്പം ചെവി കേൾക്കാനും സംസാരിക്കാനും കഴിയാത്ത ആളുകളെയാണ് നമ്മൾ പൊതുവെ ബധിരർ അല്ലെങ്കിൽ ഡെഫ് എന്ന് പറയാറ്. പക്ഷെ ഈ ടേം യൂസ് ചെയ്യുന്നതിലും ചില മിസ്റ്റേക്കുകൾ കണ്ടുവരാറുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ അടക്കം പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന, നമ്മളൊക്കെ സ്കൂളിലും പഠിച്ചിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് മ്യൂട്ട് അല്ലെങ്കിൽ ഡെഫ് ആൻഡ് ഡം. ഈ ഒരു ടേമാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പൊ പോലും നമ്മൾ ചിലപ്പം ഡെഫ് ആൻഡ് ഡം എന്നൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഡെഫ് ആൻഡ് ഡം എന്നുള്ളൊരു ടേം ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടേം അല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളെല്ലാം ഹിയറിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും. ഹിയറിംഗ് കുട്ടികളായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പം ചിന്തിക്കുക, ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ സംസാരിച്ചു തുടങ്ങുന്നുണ്ടോ? അന്നപാടെ അമ്മ ഞാൻ വന്നു കേട്ടോ അങ്ങനെയാണോ പറയാ? ഒരു കുട്ടി എങ്ങനെയാ, എപ്പോഴാ സംസാരിക്കുക ഒരു കുട്ടി? ഏകദേശം ഒരു കണക്ക് പറയാമോ? കുട്ടികൾ പല സൗണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഒരു 6 months ആകുമ്പോൾ ഒരു സൗണ്ട്സ് ഉണ്ടാക്കും. ഫസ്റ്റ് വേർഡ്സും കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അതും കഴിയും. അതെ, ഇപ്പൊ ഒരു 2 years ഒക്കെ ആകുമ്പോഴാണ് കുട്ടികൾ ഒരുവിധം സംസാരിച്ച് തുടങ്ങാം. 1.5 2 അല്ല, years എന്നൊക്കെ പറയുന്നത്. 8 മാസം മുതൽ സംസാരിച്ച് തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു ബിജു സാർ. 8. ഓക്കെ, 8 മാസം. ഓക്കെ, അപ്പോ കുട്ടികള് ജനിക്കുമ്പോൾ തന്നെ, ജനിച്ച ഉടനെ തന്നെ സംസാരിക്കാറില്ല അല്ലെ? ഇനിയിപ്പം കുട്ടികൾ എപ്പോ വേണമെങ്കിലും സംസാരിച്ചോട്ടെ എന്ന് വെച്ച് നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരുന്ന എന്താ സംഭവിക്കുക? കുട്ടികൾ സംസാരിക്കുമോ എന്ന് തോന്നുന്നു? ഇല്ല, സംസാരിക്കില്ല. സംസാരിക്കില്ല. നമുക്കറിയാം, ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞിട്ടും കുട്ടി സംസാരിക്കുന്നില്ലെങ്കിൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കാരണം നമുക്കറിയാം ഈ പ്രായത്തിനുള്ളിൽ കുട്ടി സംസാരിച്ചിരിക്കണം. നമ്മളോട് പാരന്റ്സിനോടും ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ആ കുട്ടിയോട് നന്നായി സംസാരിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ? അപ്പം ഇതിനർത്ഥം ഒരിക്കലും നമ്മൾ ജന്മനാ കിട്ടുന്ന ഒരു കഴിവല്ല സംസാരിക്കുക എന്നുള്ളത്. പകരം നമ്മൾ അത് പരിശീലിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണെന്ന് വേണമെങ്കിൽ പറയാം ഈ സംസാര പ്രാപ്തി അല്ലെ? അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കുട്ടി ജനിക്കുമ്പോ ഒരുപക്ഷെ എല്ലാ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, പൊതുവെ ലോകത്തിലുള്ള എല്ലാ പ്രദേശങ്ങളും എടുത്താലും ഒരു കുട്ടി, ഒരു ഹിയറിംഗ് ആയിട്ടുള്ള കുട്ടി ആദ്യം പറയുന്ന വാക്ക് ഏതായിരിക്കും? എന്താ തോന്നുന്നത്? താങ്ക് യു സൂസൻ മാം. അതെ, എല്ലാ നാട്ടിലെയും കുട്ടികൾ ഫസ്റ്റ് പൊതുവെ സംസാരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് അമ്മ എന്നുള്ള വാക്കാ. അതെ, നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ, അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലേ? അപ്പൊ ഇത് റിപ്പീറ്റ് ആയിട്ട് കേട്ട് 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 കുട്ടികൾ എന്ത് ചെയ്യും? ആ കേട്ട ശബ്ദത്തെ അനുകരിക്കാൻ ശ്രമിക്കും അല്ലെ? അപ്പൊ ആ കേട്ട ശബ്ദത്തെ അനുകരിക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? സംസാരിക്കാൻ പറ്റും അല്ലെ? ആ മാന്ന് കേട്ടിട്ട് ആ അമ്മ എന്നുള്ള ശബ്ദത്തെ കുട്ടി അനുകരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നത്. പക്ഷെ ഒരു ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ഡെഫ് ആയിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംസാരം അല്ലെങ്കിൽ കേൾവിയിലൂടെ ഒരു പഠനം സാധ്യമാകുന്നുണ്ടോ എന്ന് തോന്നുന്നു? ഇല്ല, കേൾക്കുന്നില്ലല്ലോ ഒന്നും. കേൾക്കുന്നില്ല. അതെ, അപ്പം കേൾവിയിലൂടെ ആ കുട്ടിക്ക് ഒരു പഠനം സാധ്യമാകുന്നില്ല. ചിലപ്പോ സംസാരത്തിന് ആവശ്യമായിട്ടുള്ള മോണ, നാവ്, ചുണ്ട്, വോക്കൽ കോഡ് എല്ലാം നല്ലതായിരിക്കും, യാതൊരു പ്രശ്നവും അതിനുണ്ടാവണമെന്നില്ല. പക്ഷെ കേൾവി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഈ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു? സംസാര പ്രാപ്തി ഇല്ലാതെയാകുന്നു. അപ്പൊ അതുകൊണ്ട് ഡെഫ് എന്ന് പറഞ്ഞാൽ ആ ടേമിനർത്ഥം ആ വ്യക്തിക്ക് കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡെഫ് ആൻഡ് ഡം എന്ന് എടുത്തു പറയേണ്ടതില്ല. ഡെഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വ്യക്തിക്ക് കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം ആ ഒരു ടേമാണ് നമ്മൾ ഇപ്പൊ ഇത്രനാളും ചിലപ്പോൾ നമ്മൾ ഡെഫ് ആൻഡ് ഡം എന്നായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഞാനും ഈ വിവരങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ അങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത ആ രീതിയിൽ ഡിസേബിലിറ്റി ഉള്ള ഒരാളെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ഡെഫ് എന്നുള്ളൊരു ടേം ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് ഡെഫ്നെസ് ഉള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെഫ് കൾച്ചറിലേക്ക് വരാം. ഓക്കെ, ഈ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് കൾച്ചർ?
എന്തൊക്കെയാണ് കൾച്ചറിൽ ഉൾപ്പെടുക? സോഷ്യൽ ഇന്ററാക്ഷനും ഇന്ററാക്ഷൻ ഉണ്ടാവും. സോഷ്യൽ ഇന്ററാക്ഷൻ. ഓക്കെ, താങ്ക് യു. ഒരു ജീവിത രീതി. ജീവിത രീതി ഉണ്ടാവും. പിന്നെ വേറെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പോ കേരളത്തിലെ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ കേരളീയരാണ് എന്നുള്ളൊരു ഐഡന്റിറ്റി ഉണ്ട്. ഭാഷ, നമ്മൾ മലയാളമാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഒരു എത്നിസിറ്റി ഇതാണ്. നമ്മുടെ ആർട്സ് ഫോം, വാല്യൂ, നോംസ് ഇതെല്ലാം പെടുന്നതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഡെഫിനും ഒരു കൾച്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡെഫ് കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പം ബിജുസാറ് തുടക്കത്തിലെ പറഞ്ഞ പോലെ പല ആളുകൾക്കും അത്ര പരിചിതമല്ലാത്തൊരു ടേമാണ് ഡെഫ് കൾച്ചർ എന്ന് പറഞ്ഞത്. അപ്പം കുറച്ച് പോയിന്റ്സ് എന്താണ് ഡെഫ് കൾച്ചറിൽ ഉൾപ്പെടുന്നതെന്ന് പറയാം. ആദ്യം തന്നെ ആരൊക്കെയാണ് ഈ ഡെഫ് കൾച്ചറിന്റെ ഭാഗമായിരുന്നെന്ന് ചിന്തിക്കാം. പ്രധാനമായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡെഫ് ആയിട്ടുള്ള ആളുകളാണ് പ്രധാനമായിട്ടും ഈ ഡെഫ് കൾച്ചറിന്റെ പ്രൈമറി ആയിട്ടുള്ള ആളുകൾ. പിന്നെ ഹാർഡ് ഓഫ് ഹിയറിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ കോഡ എന്ന് പറയും. കോഡ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഓഫ് ഡെഫ് അഡൽട്സ് എന്ന് പറയും. CODA എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുന്നത്. പറഞ്ഞാല് ഈ ഡെഫ് ആയിട്ടുള്ള പാരന്റ്സിന് ഉണ്ടാകുന്ന ഹിയറിംഗ് ആയിട്ടുള്ള കുട്ടികൾ. അവര് ഹിയറിംഗ് ആണെങ്കിലും അവരുടെ അച്ഛനും അമ്മയും ഡെഫ് ആയതുകൊണ്ട് തന്നെ അവരും ഈ ഡെഫ് കൾച്ചറിന്റെ ഭാഗമാണ്. അതുപോലെ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റേഴ്സ്, അവര് ഒരു ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റേഴ്സും ഈ ഡെഫ് കൾച്ചറിന്റെ ഭാഗമാണ്. ഇനി അതുപോലെ തന്നെ ഡെഫ് എഡ്യൂക്കേറ്റേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വക്കേറ്റ്സ് എല്ലാം ഈ ഡെഫ് കൾച്ചറിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡെഫ് കൾച്ചറിന്റെ ഒരു ഉള്ളിൽ എത്ര പേരുണ്ട് എന്നുള്ളതിന്റെ ഒരു ആൻസർ. ഇനി അതുപോലെ തന്നെ ഐഡന്റിറ്റി, ഇവരുടെ ഐഡന്റിറ്റിയെ പറ്റി എന്ത് പറയാൻ പറ്റും? എന്തായിരിക്കും ഐഡന്റിറ്റി? ഡെഫ് അവരുടെ ഐഡന്റിറ്റി ആയിട്ട് പറയുന്നത് അവരുടെ ഡിസേബിലിറ്റിയെ തന്നെയാണ്. ഇപ്പോ ചിലപ്പോൾ നമ്മൾ അവരെ കാണുന്നത് അവർക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതൊരു കുറവായിട്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും നമ്മൾ അത് കാണുക. പക്ഷെ ഡെഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിസേബിലിറ്റിയെ തന്നെയാണ് അവരുടെ ഐഡന്റിറ്റി ആയിട്ട് പറയുന്നത്. അതിൽ അവർക്ക് ഒരു മോശമില്ല. ഇപ്പൊ നമ്മൾ അവരോട് പോയിട്ട് നിങ്ങൾ ഡെഫാണ് എന്നുള്ള വിഷമമുണ്ടോ, നമ്മൾ അങ്ങനെ ചോദ്യം ചോദിക്കില്ല ന്യായമായിട്ടും. എന്നാലും നമ്മൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവരൊരിക്കലും നമ്മളെ ദേഷ്യപ്പെടുവോ, എന്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് ചോദിക്കുകയോ ചെയ്യും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഡെഫ്നെസ് തന്നെയാണ്. അതിനെ അവര് വളരെ പ്രൗഡായിട്ടാണ് അതിനു വേണ്ടി ഒരു ടേം പോലും യൂസ് ചെയ്യുന്നുണ്ട്. ഡെഫ് ഗെയിൻ എന്നൊരു വേർഡ് പോലും. അവര് ഡെഫ് ആയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിച്ച ഒരുപാട് ഗുണങ്ങളുണ്ട്. അവർക്ക് ഒരു വളരെ സുതാര്യമായ ഒരു ഭാഷയുണ്ട്, വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ് അവര്, ഒരു യൂണിവേഴ്സൽ ഫാമിലിയുടെ ഭാഗമാണ് അവർ എന്നൊരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന പല കാര്യങ്ങളും അവർക്കുണ്ട്. അപ്പൊ ആ മൂല്യങ്ങളെയൊക്കെ ഒരു അസറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ അതിനെ കുറിക്കാനായിട്ട് അവർ ഡെഫ് ഗെയിൻ എന്നൊരു ടേം പോലും യൂസ് ചെയ്യും. ഇതാണ് അവരുടെ ഐഡന്റിറ്റി. ഇനി ഡെഫ് കൾച്ചറിന്റെ മറ്റൊന്നാണ് എല്ലാ ലാംഗ്വേജിലും ഉള്ളതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ്. ഡെഫിന്റെ ലാംഗ്വേജ് ഏതാണെന്ന് എല്ലാവർക്കും അറിയുമോ? ഏതാണെന്ന്? സൈൻ ലാംഗ്വേജ് അല്ലേ? അതെ, സൈൻ ലാംഗ്വേജ്. അതെ, സൈൻ ലാംഗ്വേജ്. മലയാളത്തില് നമ്മൾ ആംഗ്യഭാഷ എന്ന് പറയും. ഇപ്പൊ എന്താണ് സൈൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ, ഇപ്പൊ കേരളത്തിൽ നമ്മൾ മലയാളം പറയുന്ന പോലെ തമിഴ്നാട്ടിലുള്ളവർ തമിഴ് പറയുന്ന പോലെ ഈ ഡെഫ് ആയിട്ടുള്ള ആളുകളുടെ സ്വന്തം മാതൃഭാഷയാണ് സൈൻ ലാംഗ്വേജ്. ഇപ്പോൾ ലോകത്ത് മൊത്തം ഒരു 300ഓളം സൈൻ ലാംഗ്വേജ് ഉണ്ട്. ഇന്ത്യയിലെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം മറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജുകൾ പോലെ തന്നെ സൈൻ ലാംഗ്വേജിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇന്ത്യയിൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്, അമേരിക്കയിലാണെങ്കിൽ അമേരിക്കൻ സൈൻ ലാംഗ്വേജ്, UK ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ്, ഓസ്ട്രേലിയൻ സൈൻ ലാംഗ്വേജ്, 300ഓളം സൈൻ ലാംഗ്വേജുകളുണ്ട്. ഇതില് അമേരിക്കൻ സൈൻ ലാംഗ്വേജും ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജും എല്ലാം വളരെ ഡെവലപ്ഡ് ആണ്. ആ ലാംഗ്വേജുകളാണ് സൈൻ ലാംഗ്വേജിൽ ആദ്യം ഡെവലപ്ഡ് ആയത്. ഇപ്പോ നിലവിൽ ഇന്ത്യയിൽ 36 മില്യൺ ഡെഫ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി സൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കൈ കൊണ്ടൊക്കെ എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നു, എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇടുന്നു, അതാണോ സൈൻ ലാംഗ്വേജ്? അല്ല. മറ്റ് ഏതൊരു സ്പോക്കൺ ലാംഗ്വേജിനെ പോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഗ്രാമറുള്ള, സ്ട്രക്ചറുള്ള, വളരെ അടുക്കും ചിട്ടയിൽ പോകുന്ന വളരെ ഭംഗിയുള്ള ഒരു ഭാഷയാണ് ഈ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ മലയാളം നോക്കുകയാണെങ്കിൽ മലയാളം ഇപ്പൊ പെട്ടപ്പോ പല വാക്കുകൾ നമ്മൾ കടമെടുത്തു അല്ലെ? തമിഴിൽ നിന്ന്, സംസ്കൃതത്തിൽ നിന്ന്, പോർച്ചുഗീസിൽ നിന്ന് പല വാക്കുകൾ നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് കൂട്ടിച്ചേർത്തു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലും
ASL അതായത് അമേരിക്കൻ സൈൻ ലാംഗ്വേജിൽ നിന്നും BSL ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് വാക്കുകളൊക്കെ കടം കൊണ്ടിട്ടാണ് നമ്മുടെ ഭാഷ ഇപ്പം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു വളർച്ചയുടെ സ്റ്റേജിലാണെന്ന് പറയാൻ പറ്റും. വളരെ ഭംഗിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് സൈൻ ലാംഗ്വേജ്. അപ്പൊ ഇപ്പോൾ ഉള്ള ഡെഫുകൾ എല്ലാവരും തന്നെ ആ സൈൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും സൈൻ ലാംഗ്വേജ് അറിയാത്ത, അതിനുള്ള ആക്സസ് ഇല്ലാത്ത ഡെഫും നമ്മുടെ നാട്ടിലുണ്ട്. ഇനി പ്രധാനമായിട്ടും സൈൻ ലാംഗ്വേജിനെ പറ്റി പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഭാഷയ്ക്ക് ആക്സെന്റ്, ഡയലക്ട് അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം മലയാളം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു മലയാളം സംസാരിക്കുന്ന പോലെയാണോ എറണാകുളത്തുള്ളവർ സംസാരിക്കുക? അല്ല അല്ലെ. എറണാകുളത്തുള്ളവരെ പോലെയാണോ തൃശ്ശൂരുള്ളവർ സംസാരിക്കുക? അങ്ങനെയാണോ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്? അല്ല, വ്യത്യാസം വരും ഇല്ലേ? ഇതേപോലെ തന്നെയുള്ള വ്യത്യാസങ്ങൾ സൈൻ ലാംഗ്വേജിലും ഉണ്ട്. ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും ഓരോ നാടിന്റെ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളൊക്കെ ഈ സൈൻ ലാംഗ്വേജിനും ബാധകമാണ്. ഓക്കെ, ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഡെഫ് ആയിട്ടുള്ള? ഉണ്ട്. എന്റെ യെസ് മാം. നീസും നെഫ്യും രണ്ടുപേരും ഡെഫാ. താങ്ക് യു സുസമ്മ. അർച്ചന മാം? യെസ്, ഡെഫാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ ഡെഫാണ്. മാം പറഞ്ഞത് മാതിരി അവന് സംസാരശേഷിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടല്ല, ബട്ട് ജന്മനാൽ അവൻ ഡെഫായത് കൊണ്ട് തന്നെ അവന് സംസാരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ലേറ്റർ ഓൺ ഒരുപാട് വലുതായതിനു ശേഷം കോക്ലിയർ സർജറി ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫീബിളായിട്ട് കേൾവി കിട്ടിയത് കൊണ്ട് തന്നെ അവൻ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു 32 ഇയേഴ്സോ 34 ഇയേഴ്സ് ആയപ്പോഴാണ് ആദ്യമായിട്ട് അമ്മ എന്ന് വിളിച്ചത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ആ ദിവസം ആൻറ്റി എന്നെ വിളിച്ചിരുന്നു, ഒരുപാട് കരഞ്ഞിരുന്നു ആദ്യമായി മോൻ്റെ വായെന്ന ഒരു വാക്ക് കേട്ടത് കൊണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഈ ജന്മനാൽ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അവന് കാഴ്ചശക്തിയിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം വിഷനും പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ. സോ ദേ ആർ ഫൈൻഡിങ് ഇറ്റ് വെരി ടഫ് അവന്റെ കൂടെ. പിന്നെ മാം പറഞ്ഞത് വരെ തന്നെ നമുക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാൽ പോലും പഠിക്കുന്ന കാലത്തൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവനോട് സംസാരിക്കാൻ, ഇപ്പൊ TV ഒക്കെ വളരെ ഉറക്കം വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ സൗണ്ട് കുറയ്ക്കാൻ നമ്മൾ നോർമലായിട്ട് ഉറക്കം പറയുമല്ലോ, പക്ഷെ അവൻ അറിയില്ല. ഇതുപോലെ നമ്മൾ തട്ടി, നമ്മൾ അറിയുന്ന നമ്മുടെ സൈൻ ലാംഗ്വേജ് വെച്ച് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ അതാണ് മാമ പറഞ്ഞ ഡെഫ് ആൻഡ് ഡം എന്ന് പറയുന്നത് ഒരു ഇതല്ല എന്ന് പറഞ്ഞപ്പോ ഐ ഗോട്ട് കണക്റ്റഡ് വെരി ഫാസ്റ്റ്. അപ്പൊ ഇതുപോലെ എനിക്ക് എന്റെ ഇൻലോസിന്റെ കൂടെ ഒരു ഹെൽപ്പായിട്ട് നിന്നിരുന്നു ഒരു ആള്. അയാള് വന്നിട്ട് ഹസ്ബൻഡിന്റെ ഫാമിലി ആയുർവേദിക് ഫാമിലി ആയതുകൊണ്ട് ആയുർവേദിക് മെഡിസിൻസ് ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വീട്ടിന്റെ ഹെൽപ്പായിട്ടും നിൽക്കായിരുന്നു. പിന്നീട് ആയുർവേദിക്കിന്റെ ഇമ്പോർട്ടൻസ് പോയ ശേഷം നമുക്ക് അവനക്ക് വർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ആ സമയത്തിന്റെ മാരേജും കഴിഞ്ഞു. അപ്പൊ ഞാൻ വന്നിട്ട് നവോദയ വിദ്യാലയ സ്കൂളില് അവനെ ഒരു കുക്കായിട്ട് റെക്കമെൻഡ് ചെയ്ത് അച്ഛൻ അവനെ അവിടെ ജോലിക്ക് വെച്ച് ഇപ്പൊ റിട്ടയർ ആയി. അവൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്താ, സ്കൂൾ ആയതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ അതൊരു ഡിഫറെന്റ് ലൈഫായിരുന്നു. സോ അങ്ങനെ പക്ഷെ ഇന്ററാക്ട് ലൈക്ക് അവന്റെ ആയിട്ട് ഒരു ഭാഷ ഉണ്ടായിരുന്നു നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പിന്നെ അവൻ നല്ലൊരു കുക്കായിരുന്നു. ഞാൻ കുറെ അവൻ ഉണ്ടാക്കിയ നല്ല വെരി വെരി ഗുഡ് കുക്കായിരുന്നു. വെരി ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. സോ റിയലി ഇപ്പൊ റിട്ടയർ ആയി ബാക്ക്. ബട്ട് ഒരു കാര്യം, സാഡ് പാർട്ട് ഓഫ് ഇറ്റ് പറഞ്ഞാൽ ഈ സ്കോളർഷിപ്പ് അല്ല പെൻഷൻ എന്തോ കിട്ടും തോന്നുന്നു അവർക്ക്, ഗവൺമെന്റ് പെൻഷൻ ഉണ്ട്. സോ അത് പലരും അവനെ അതിന് വേണ്ടിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു സ്റ്റോറിയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ബട്ട് ഹി വാസ് എ വെരി നൈസ് പേഴ്സൺ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് മാം. സോ അങ്ങനെ കുറെ ഞാൻ ഹാൻഡ് ലാംഗ്വേജ് അവൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ കുറെ പഠിച്ചു. വളരെ സ്നേഹമുള്ള ഒരു ആളായിരുന്നു. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാം. എന്റെ ഈ നീസ് ആൻഡ് നെഫ്യൂ ഞാൻ പറഞ്ഞില്ല, അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. നെഫ്യൂവിന് മക്കളില്ല. നീസിന് കല്യാണം കഴിച്ചത് സാധാരണ പോലെ കേൾക്കാവുന്ന നോർമൽ ആയിട്ടുള്ള ഒരാളിനെയാണ്. ദേ ഗോട്ട് 2 ഗേൾസ്. അവർ രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കും. പുള്ളിക്കാരിയോടെല്ലാം സൈൻ ലാംഗ്വേജ് അവർ ഉപയോഗിക്കുന്നതെങ്കിലും പക്ഷെ ബാക്കി 3 പേർക്കും, അവർ അപ്പനും 2 മക്കൾക്കും നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ബട്ട് ദേ ആർ ലീഡിങ് എ നോർമൽ ലൈഫ്. അത് കാണുമ്പോൾ നമുക്ക് അതിശയം, എത്ര അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നതും ആ ലീഡിങ് എ ലൈഫ് ലൈക്ക് ദാറ്റ്, ലൈക്ക് എ നോർമൽ പേഴ്സൺ.
അപ്പം എല്ലാവരും നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരുപാട് നന്ദി. ഇനിയിപ്പം നമുക്ക് പേഴ്സണലി ചിലപ്പം ഒരു ഡെഫിനെ പരിചയമില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് ഹെലൻ കെല്ലർ, അല്ലെ? എല്ലാവർക്കും അറിയില്ലേ ഹെലൻ കെല്ലറിനെ? അപ്പം ഹെലൻ കെല്ലർ ഇങ്ങനെ കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു വളരെ എല്ലാവരും ഇപ്പം പറയുമ്പോ തന്നെ ഒരു ഡൗട്ട് ഇല്ലാതെ ആരാ അതെന്ന് ചോദിക്കുക പോലും ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വമാണ് ഹെലൻ കെല്ലർ, അല്ലെ? ഒരു ഡിസേബിലിറ്റിയുടെ പേരിലല്ല അവർ അറിയപ്പെടുന്നത്, അവരുടെ കഴിവിന്റെ വ്യക്തിത്വത്തിന്റെ പേരിലാണ് അവർ അറിയപ്പെടുന്നത്, അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ പേരിലാണ് അവർ നമുക്ക് മുന്നിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പം ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയേക്കാം ഈ ഡെഫ് കൾച്ചർ എന്നുള്ള ഒരു വിഷയം എന്നോട് പറഞ്ഞിട്ട് എന്തിനാ, എനിക്ക് പേഴ്സണലി എനിക്ക് അവരെ ആരെയും പരിചയമില്ല, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ അങ്ങനെ ആരുമില്ല, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചേക്കാം. പക്ഷെ പേഴ്സണലി നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പോഴെങ്കിലും ഡിസേബിലിറ്റി ഉള്ള ആളുകളെ വളരെ സിമ്പതറ്റിക് ആയിട്ട് നമുക്കവരുടെ സ്നേഹം ഉണ്ടായിരിക്കണം, എമ്പതറ്റിക്കായി പെരുമാറാൻ പറ്റണം, ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അയ്യോ പാവമല്ലേ, അവരുടെ ജീവിതം ഇങ്ങനെയായി പോയില്ലേ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നമ്മൾ അവരോട് കാണിക്കാതിരിക്കുക. നമുക്ക് അവരെ റെസ്പെക്ട് ചെയ്യും, നമ്മളെ പോലെ തന്നെയുള്ള സഹജീവികളാണ് അവരും, അവർക്കും ഡിഗ്നിറ്റി ഉണ്ട്, അവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ ബിജു സാർ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഭാഷയിലെ ചില പ്രയോഗങ്ങൾ പലപ്പോഴെങ്കിലും ഈ ഡിസേബിലിറ്റി ഉള്ളവരെ, പ്രത്യേകിച്ച് ഡെഫ് ആയിട്ടുള്ളവരെ ഇകഴ്ത്തി സംസാരിക്കുന്ന രീതിയിലുള്ളതുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഉടനെ ചോദിക്കും എത്ര നേരായി പറയുന്നത്, എനിക്ക് എന്താ ചെവി കേട്ടൂടെ, പൊട്ടനാണോ ചോദിക്കും, അല്ലേ? ഇനി അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു 100 തവണ പറഞ്ഞു കൊടുത്തിട്ടും അയാൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല, അപ്പോഴും നമ്മൾ ചോദിക്കും എത്രയാന്ന് വെച്ചാ പറഞ്ഞിരുന്നത്, പൊട്ടനാണോ, മനസ്സിലാവണില്ലേ എന്ന് ചോദിക്കും, അല്ലെ? അപ്പോ ഇതിനർത്ഥം ചിലപ്പോ ഭാഷയുടെ പരിമിതി കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. അത് മാത്രമല്ല ചിലപ്പോ നമ്മൾ പറയാറുണ്ട് ഇന്ന ആൾക്കൊരു കുട്ടിയുണ്ട്, വയ്യാത്ത കുട്ടിയാ, അല്ലെ? ചെവി കേൾക്കാത്തതിൽ മറ്റേതെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പറയും വയ്യാത്ത കുട്ടിയാണ് കേട്ടോ, വയ്യാത്ത ആളാ പറയും. അപ്പം പലപ്പോഴും ഡിസേബിലിറ്റിയെ മെന്റലി കൂടി നമ്മൾ കണക്ട് ചെയ്ത് വെക്കാറുണ്ട്, എന്തോ ഒരു മെന്റൽ ഇൽനെസ് ആണ് എന്ന് കൂടി കണക്ട് ചെയ്ത് വെക്കാറുണ്ട്. പലപ്പോഴും അത് സംഭവിക്കുന്നത് സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡെഫായിട്ടുള്ള ആളുകളെ, ഡെഫായിട്ടുള്ള കുട്ടികളെ സൈൻ ലാംഗ്വേജ് പഠിക്കാനോ മുന്നോട്ട് വരാനോ പുറകോട്ട് വലിക്കുന്നത് എപ്പോഴും അവരുടെ പാരന്റ്സ് തന്നെയാണ്. അതായത് പലപ്പോഴും ഇപ്പൊ ഞാൻ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഡെഫായിട്ടുള്ള കുട്ടികളുടെ അമ്മമാര് സൈൻ ചെയ്യുമ്പോൾ അവരുടെ കൈ അടിക്കും, ചെയ്യണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവരെ വേദനിപ്പിക്കും. അതുപോലെ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ഇവർക്ക് ഫ്രണ്ട്സ് ആവും, സ്മാർട്ട് ഫോൺ ഒക്കെ ഉണ്ടല്ലോ കയ്യിൽ, അപ്പൊ അതനുസരിച്ച് വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോൾ ഒളിച്ചിരുന്ന അത് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ ഇന്റർപ്രറ്റേഴ്സ് നടന്നു പോകുമ്പോൾ നമുക്ക് പരിചയമുള്ള ഡെഫിനെ കാണുമ്പോൾ അമ്മമാര് കൂടെ ഉണ്ടെങ്കിൽ സൈൻ ചെയ്യില്ല, സൈൻ ചെയ്യാതെ ഇങ്ങനെ പോവാട്ടോ എന്ന് പറഞ്ഞ് സംസാരിക്കാതെ പോകും. നമുക്ക് അവരുടെ മുഖത്തെ ആ നിസ്സഹായാവസ്ഥ കാണാൻ പറ്റും. കാരണം പലപ്പോഴും അതൊരു കുറച്ചിലായിട്ടോ കുറവായിട്ടോ പലപ്പോഴും പാരന്റ്സ് പോലും കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പോലും നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാനോ സിറ്റുവേഷന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്താനായിട്ട് നമുക്ക് ആളുകളെ സഹായിക്കാൻ പറ്റും. ഈ നമ്മുടെ ഫാമിലി ഒരു കുട്ടി അങ്ങനെ ഉണ്ട്, ആളങ്ങനെ ഉണ്ടെങ്കിലോ പലപ്പോഴും ഡെഫ് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് ഡൈനിങ് ടേബിൾ സിൻഡ്രോം എന്ന് പറയും. അതായത് അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ കുറിക്കുന്ന ഒരു വേർഡാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫാമിലിയിൽ 4 പേര്, ന്യൂക്ലിയർ ഫാമിലി എടുക്കുക, ഒരു 4 പേരുള്ള ഫാമിലി ആണെങ്കിൽ ഈ ബാക്കി 3 പേരും ഈ കുട്ടിയെ തങ്ങളെ പോലെ ആക്കാൻ ശ്രമിക്കുക, മലയാളം പഠിപ്പിക്കുക, ഒച്ചയിൽ സംസാരിക്കാൻ ശ്രമിക്കുക, അങ്ങനെ ആക്കാൻ ശ്രമിക്കും. അതിന് പകരം എളുപ്പമാണ്, നമ്മൾ ഹിയറിംഗ് ആണ്, നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഭാഷ പഠിക്കാൻ, എന്നാൽ പോലും അത് സൈൻ ലാംഗ്വേജ് പഠിക്കാനോ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ പോലും പലപ്പോഴും ആളുകൾ ശ്രമം ചെയ്യാറുള്ളത് വളരെ സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 അനുഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സെഷനിൽ. ഒന്നാമതായിട്ട് ഞാൻ ഈ സൈൻ ലാംഗ്വേജിനെ പറ്റി കേട്ട് തുടങ്ങിയ സമയം, സൈൻ ലാംഗ്വേജ് പഠിക്കാനൊക്കെ ഒരു അരമനസ്സായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സൈൻ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ള എൻ്റെ ഒരു താല്പര്യത്തിന് ആക്കം കൂട്ടിയൊരു അനുഭവം ഉണ്ടായത്, എന്റെ ഹോസ്റ്റലിലെ റൂംമേറ്റ്, ആ ചേച്ചിക്ക് അന്നൊരു 32 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചി ഡെഫായിരുന്നു. അപ്പം ആള് നോർത്ത് ഇന്ത്യക്കാരിയാണ്, പക്ഷെ പഠിച്ചത് ചെന്നൈയിൽ ഒരു ബോർഡിംഗ് സ്കൂളിൽ ഡെഫിന്റെ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ഞാൻ അപ്പൊ എനിക്കൊന്നും സൈൻ ലാംഗ്വേജ് ഒന്നും അറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആൾ വളരെ നാച്ചുറൽ ആയിട്ടൊക്കെ സൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആൾക്ക് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ എഴുതാനൊക്കെ അറിയായിരുന്നു. അപ്പം ഇംഗ്ലീഷൊക്കെ അത്യാവശ്യമൊക്കെ എഴുതി തരുമായിരുന്നു ആ സമയത്ത്.
അപ്പം ഈ ചേച്ചി ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെയാണെന്ന് കേൾക്കാൻ പറ്റിയല്ലോ. അപ്പൊ എനിക്കതൊരു കൗതുകമാണ്, ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നത്. അപ്പൊ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് സ്കൂളിംഗ്. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ചെന്നൈയിലെ ബോർഡിങ്ങിലാണ് പഠിച്ചത്. എന്റെ പാരന്റ്സിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കാന്നുള്ളതാ. ഞാൻ ഡെഫ് ആണെന്നുള്ള കാര്യം അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ആവശ്യം ഞാൻ സംസാരിക്കുന്നുള്ളതാ. അപ്പൊ ചെറിയ ക്ലാസ്സിൽ തന്നെ എന്നെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി. അപ്പൊ ഫസ്റ്റ് എനിക്ക് സ്പീച്ച് തെറാപ്പിയാ തരുന്നത്. സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞാൽ അന്ന് 32 വയസ്സുള്ള ചേച്ചി. അപ്പം ഒരു 10-20 വർഷം മുന്നേ നടന്നൊരു കാര്യമാണത്. അപ്പം എന്താ ടീച്ചേഴ്സ് ചെയ്യണമെന്ന് വെച്ചാൽ സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞ് ചെയ്യുന്നത് കുട്ടികളെ ക്ലാസ്സിൽ നിരത്തി നിർത്തിയിട്ട് ഈ ടേബിളിലേക്ക് വലിയൊരു ചൂരിൽ വെച്ച് അടിക്കും. അപ്പൊ അടിക്കുമ്പം ഈ ഹാർഡ് ഓഫ് ഹിയറിംഗ് ആയ കുട്ടികളെ ഹിയറിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഈ ചൂരലിലേക്ക് അടിക്കുന്ന വൈബ്രേഷനോ എല്ലാം കൂടി മിക്സ് ആയ ഒരു സെൻസേഷൻ ആകുന്നത്. അത് അവരെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവര് പേടിക്കുന്നത് ഈ മേശയിൽ അടിക്കുന്ന അടി അടുത്തത് എന്റെ ദേഹത്ത് വരാൻ പാടില്ല. ആ ഒരു പേടി അവർക്കുണ്ട്. അപ്പൊ ഈ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സൗണ്ട് പുറത്ത് വരുന്നത് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഈ കുറെ നമ്മൾ സംസാരിച്ച് നമ്മളെ തൊണ്ട വരളുമല്ലോ, അപ്പൊ നമുക്കൊരു സെൻസേഷൻ വരും, ഒരു വേദന വരും, ചില സമയത്ത് ബ്ലഡ് വരും. അപ്പോഴാണ് ഞങ്ങൾ എത്രത്തോളം ഇവിടെ സ്ട്രെയിൻ ആകുന്നു അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സൗണ്ട് പുറത്ത് വന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ് റൂമുകളിൽ കുട്ടികൾ തലയിറങ്ങി നിർത്തി വീഴാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരിക്കലും ഈ ചേച്ചി ഇതുപോലെ തലയിറങ്ങി വീണു. ചേച്ചി പറയാണ് എന്റെ അമ്മയോട് പോലും എനിക്ക് ഇമോഷണലി കണക്ഷൻ ഇല്ല, കാരണം ഇത്രത്തോളം എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കാൻ വിട്ടൊരു വ്യക്തി ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുകയാണ്. അപ്പം ഈ ഡിസേബിലിറ്റി ഉണ്ടായത് എന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ലല്ലോ എന്നൊരു പറയുന്നുണ്ട്. അപ്പം എത്രത്തോളം ടീച്ചേഴ്സും പാരന്റ്സും ഈ വിഷയത്തെ പറ്റി അവെയർ ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊരു എക്സ്പീരിയൻസ് ഉള്ളത്, ഞങ്ങൾ ഇങ്ങനെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫീൽഡിൽ പോകും. അപ്പൊ ഫീൽഡിൽ പോയ സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സ് പോയപ്പം ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു. അപ്പൊ ആ ചേച്ചിക്ക് 38 വയസ്സുണ്ട്. അപ്പം ആ ചേച്ചിയുടെ അമ്മയെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു പോയപ്പോ ആ വീട്ടിൽ ഡെഫ് ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചിയുടെ അമ്മയെ കണ്ടു. അപ്പൊ അമ്മയെ കണ്ടപ്പോൾ ചോദിച്ചപ്പോ അതെ എന്റെ മോള് ഇങ്ങനെ ഡെഫ് ആണെന്ന് പറഞ്ഞു. അപ്പം സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഒരു ഐ കോണ്ടാക്ട് പോലും ഇല്ല, ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല, ഒരു ഐ കോണ്ടാക്ട് പോലും ഈവൻ അമ്മയടുത്ത് പോലും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനെ അവിടെ നടക്കുന്നില്ലെന്നുള്ളത് വ്യക്തമായി. അപ്പൊ ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്? ഞങ്ങൾ ഒന്നും സംസാരിക്കാറില്ല, മിണ്ടാറില്ല. അപ്പം ഇപ്പൊ 38 വയസ്സായിരുന്നു. ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ചോദിച്ചു അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ വിശക്കുമല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു ഹ്യൂമൻ ഇൻസ്റ്റിക്ട് ആണല്ലോ വിശക്കുന്നുള്ളത്. അപ്പൊ വിശക്കുമ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചു. വിശക്കുമ്പം ഞാൻ മനസ്സിലാക്കും ചിലപ്പോൾ അവൾക്ക് വിശക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കും, അവള് കഴിക്കും. അപ്പം ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു 38 വർഷത്തോളം ഒരു മനുഷ്യൻ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പട്ടിയെ പൂച്ച ഒരു പെറ്റിനെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുവോ നമ്മൾ രാവിലെ ഇത്ര മണിക്കാണ് ഭക്ഷണം കൊടുത്തത്, ഇപ്പൊ ഈ സമയം വിശക്കുന്നുണ്ടാവും നോക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ വർഷങ്ങളോളം ജീവിക്കാന്ന് പറഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണത്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെയാണ് നമ്മുടെ നാട്ടിലുള്ള പല ഡെഫും കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും റീസെന്റ് കണക്കനുസരിച്ച് ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ 36 മില്യൺ ഡെഫ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പം അതിൽ തന്നെ പലരും ബേസിക് ആയിട്ടുള്ള ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒന്നും ലഭിക്കാത്ത ഡെഫാ ഉള്ളത്. അപ്പം അവരോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം വരുമ്പോൾ ചിലപ്പോ ഇപ്പോൾ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും ഭാവിയിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാകും. അപ്പം ഇതാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇനിയിപ്പം നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഡെഫ്നെസ് എനിക്കില്ല, എന്റെ വീട്ടിലും ആർക്കും ഇല്ലെന്ന് വിചാരിക്കും. ഇൻ കേസ് ഭാവിയിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാതിരിക്കാൻ എന്തെല്ലാം പ്രിക്കോഷൻസ് സ്വീകരിക്കാം? ഒന്നാമതായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം, മിക്കപ്പോഴും ഹെറിഡിറ്റി ആയിട്ടുണ്ടാകുന്ന നമുക്ക് പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ മദ്യപാനം, സ്മോക്കിംഗ് ഇതൊക്കെയാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഒരുപാട് ശബ്ദങ്ങളുള്ള അക്രമം കാണിക്കുന്ന പരിപാടികൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക, ഒരുപാട് സൗണ്ടിന് എക്സ്പോഷർ ആവുക, ഇതൊക്കെയാണ് പലപ്പോഴും ഡെഫ്നെസ്സിന് കാരണമാകാറുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഗർഭാവസ്ഥയിൽ ഉള്ളപ്പോൾ ഒഴിവാക്കുന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ ചില സമയത്ത് കുട്ടികൾ വെളിയിൽ വന്ന് കുഞ്ഞ് വളർന്നു തുടങ്ങുമ്പോൾ തന്നെ പലപ്പോഴും അവര് ഹിയറിംഗ് ഇമ്പയർഡ് ആണെന്നുള്ളതിന് സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പൊ പ്രത്യേകിച്ചും നല്ലൊരു ഒബ്സർവേഷൻ ആവശ്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 3 വയസ്സിന് മുന്നേ തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം സിംറ്റം കാണുകയാണ് ഉടനെ തന്നെ നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസും നടപടിക്രമങ്ങളും സ്വീകരിച്ചിരിക്കുന്നു. കാരണം 3 വയസ്സിന് ശേഷം തിരിച്ച് ഒരു നല്ലൊരു രീതിയിലേക്ക് ഒരു കേൾവി ശക്തിയിലേക്ക് കൊണ്ടുവരിക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കഴിവതും 3 വയസ്സിന് മുന്നേ തന്നെ
മനസ്സിലാക്കി ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കുക. ഇനി നമുക്ക് മനസ്സിലായി ഈ കുട്ടി ഡെഫ് ആണെന്ന് മനസ്സിലായി, അങ്ങനെയാണ് എന്ത് ചെയ്യണം? ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവന് പലപ്പോഴും പേരൻസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ പോലെ ഹിയറിംഗ് സ്കൂളിൽ കേൾക്കുന്ന മറ്റു കുട്ടികളുടെ കൂടെ ചെന്നാണ്. സ്വാഭാവികമായിട്ടും പഠനത്തിൽ പിന്നോക്കം വരും, അവനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന വരില്ല, അത് അവന്റെ അക്കാഡമിക്കലി ബാധിക്കും, ബിഹേവിയറിൽ ബാധിക്കും, പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്പെഷ്യൽ സ്കൂളിൽ ഡെഫായ കുട്ടിയെ ഡെഫ് കുട്ടികൾക്കൊപ്പം അവരെ പോലെയുള്ള ആളുകളുടെ ഇടയിൽ തന്നെ പഠിക്കാൻ അനുവദിക്കും. നമ്മൾ ആദ്യം കഥയിൽ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു അവസരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പേഴ്സണലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്, അതൊരു ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കെയർ ചെയ്യുക. ഇപ്പോ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവള് ഹിയറിംഗ് ആയിരുന്നു കേൾക്കുന്ന സമയത്ത്. അപ്പൊ ഒരു 3-4 വയസ്സുള്ള സമയത്ത് കുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് മൂക്കിൽ തിരികെ വെച്ചു. അത് എല്ലാ കുട്ടികളും ചെയ്യുന്നത്, ഞാനൊക്കെ കടല വരെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ കുട്ടികളും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു വികൃതിയാണ് ഈ മൂക്കിനകത്ത് എന്തെങ്കിലും കയറ്റി വെക്കുക എന്നുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ ഇവളും കുട്ടിയായിരുന്ന സമയത്ത് ഒരു പേപ്പർ കഷ്ണം എടുത്ത് മൂക്കിൽ വെച്ചു. അത് കുറച്ചധികം കയറിയിരുന്നു. അപ്പൊ ഇത് എടുക്കാൻ പറ്റുന്നില്ല, അതവിടെ സ്റ്റക്ക് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്തു. പക്ഷെ വീട്ടിൽ പറയാൻ ഭയങ്കര പേടി, അമ്മ അടിക്കും. അപ്പൊ അതുകൊണ്ട് പറയാതിരുന്നു, അത് അവിടെ തന്നെ സ്റ്റക്കായിട്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് പനി വന്നു, ഇൻഫെക്ഷൻ ആയി, ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി, ഒരു പഴുപ്പ് പോലെയൊക്കെ അവസ്ഥയിലെത്തി. അപ്പം കാര്യങ്ങൾ അങ്ങനെ വഷളായി എന്ന് കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇതാണ് സംഭവം എന്നുള്ള ഡോക്ടർ കണ്ടുപിടിച്ചു, പറഞ്ഞു അത് ഇൻഫെക്ഷൻ ആയതാണ് പ്രശ്നം. അപ്പം അത് അന്ന് മരുന്നെല്ലാം കഴിച്ച് പിന്നീട് കുട്ടി തിരിച്ചു പോകുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും ഈ മൂക്കിലുണ്ടായിരുന്ന ഈ പ്രശ്നം ഈ ചെവിയെ ബാധിക്കാൻ തുടങ്ങി. നമുക്കറിയാം, കോൾഡ് വന്ന സമയത്ത് മൂക്കടപ്പുള്ള സമയത്ത് നമുക്ക് ചെവി വേദന എടുക്കും, ചെവി അടയുന്ന പോലെ തോന്നും, ഇവിടെയൊക്കെ നമുക്കൊരു ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യും. അപ്പം ഇതിനൊക്കെ ഈ ഭാഗത്ത് കണക്ഷൻ ഉണ്ട്. അപ്പം എന്താ പറ്റിയെന്ന് വെച്ചാല്, ഈ കുട്ടി ഇതിങ്ങനെ ചെയ്തു വെച്ചപ്പം ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടായി, ചെവിയെയും ബാധിച്ചു. പിന്നീട് കോൾഡ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പനി വരുമ്പോൾ ഒരു ചെറുതായിട്ടൊരു എണ്ണ വെച്ചാൽ പോലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഇയർ അങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. പതിയെ ഇൻഫെക്ഷൻസ് തുടരെ വരുന്ന ഒരു കാര്യമായിട്ട് മാറി. ഒടുവിൽ ആ കുട്ടിക്ക് ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ട് മാറി. പതിയെ ഹിയറിംഗ് ലോസിലേക്ക്. അപ്പോൾ നമ്മൾ വളരെ നിസ്സാരം എന്ന് കരുതുന്ന ഒരു കാര്യമായിരിക്കും വളരെ ഒരു മോശമായിട്ടുള്ള ഒരു ദാരുണമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കും. ഇനി പേഴ്സണലി നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നമ്മളിത് നിറയെ തവണ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, എന്നാൽ പോലും പലപ്പോഴും നമ്മളത് അത്ര കാര്യമാക്കാത്തൊരു കാര്യമായിരിക്കും ഹെഡ്സെറ്റിന്റെ ഉപയോഗം. നമ്മളെല്ലാവരും തന്നെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നതാണ്. പലതരത്തിൽ ഹെഡ്സെറ്റ് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് ആയിട്ടുള്ള ഹെഡ്സെറ്റ് ഉണ്ട്, ചെവിയിൽ മാത്രം വെക്കാവുന്ന വയർലെസ് ആയിട്ടുള്ളതുണ്ട്, ഓവർ ദി ഹെഡ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഹെഡ്സെറ്റ് ഉണ്ട്. ഹെഡ്സെറ്റ് ഒക്കെ പലപ്പോഴും ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് പോലും ആളുകൾ ഇപ്പൊ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ഹെഡ്സെറ്റ് ശരിക്കും നമ്മുടെ ചെവിക്ക് നല്ലതാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നതിനെ പറ്റി? ശബ്ദം ആക്ച്വലി ഒത്തിരി കുറച്ച് നല്ലതല്ല. വെക്കണം, ഒത്തിരി ലൗഡായിട്ട് കേൾക്കരുതെന്നാ പറയുന്നത്. താങ്ക് യു മാം, താങ്ക് യു അർച്ചന, താങ്ക് യു സർ. റൂൾ ഉണ്ട് ഹെഡ്സെറ്റിന്. എന്താ സാർ? കേട്ടില്ല. ഒരു 60-60-60 റൂൾ ഉണ്ട് ഹെഡ്സെറ്റിന്. അതെ. അതായത് 60 മിനിറ്റ്സ് കൂടുതൽ വെക്കാൻ പാടില്ല ഒരു ഹെഡ്സെറ്റ് എന്നാണ് മാക്സിമം. എത്രയും കുറച്ച് ഉപയോഗിക്കുക, പക്ഷെ നമ്മളെ എന്താ പറയാ, മാക്സിമം 1 അവർ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, താങ്ക് യു സാർ. സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മുടെ ഫോണിൽ ഹെഡ്സെറ്റിൽ കേൾക്കുമ്പോൾ നമ്മൾ സൗണ്ട് കൂട്ടുമ്പോൾ ഒരു 85 ഡെസിബിളിന് മേലെ വരുമ്പോൾ ഫോൺ തന്നെ പറയും സൗണ്ട് കൂടുതലാണ്, കേൾക്കരുത് എന്ന് പറയും, അല്ലേ? അപ്പം ഈ സാറ് പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. ഒരു 60-60 റൂൾ ഉണ്ട്. അതായത് എപ്പോഴും നമ്മളൊരു 60 ഡെസിബിളിൽ മാത്രം കേൾക്കാൻ ശ്രമിക്കുക, 60 മിനിറ്റിന് മേലേക്ക് കേൾക്കാതിരിക്കുക. ഇനിയിപ്പം ചില സിറ്റുവേഷൻ, ഇപ്പം ഒരു ടെലികോളർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ്, ഭയങ്കര ഒച്ചപ്പാടും ബഹളമുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ ഹെഡ്സെറ്റ് വെക്കാം. അപ്പോൾ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്യുക, ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് ശീലമാക്കുക. അങ്ങനെ നമുക്ക് ചെവിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി വളരെ ഒച്ചയുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്, യാത്ര ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ഒരു ഇയർ മഫോ അല്ലെങ്കിൽ ഒരു തുണിയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്ന് അറിഞ്ഞാലും ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്.
അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഹെഡ്സെറ്റിലേക്ക് നമ്മളിങ്ങനെ ചെവിയിലേക്ക് അത് വെച്ചു, അപ്പൊ നമ്മൾ ഈ ഹെഡ്സെറ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ അപ്പോഴും വർക്ക് ചെയ്യുക, നമ്മുടെ കാത് അപ്പോഴും വർക്ക് ചെയ്യുക, പുറത്തുള്ള എല്ലാ ശബ്ദങ്ങളും അത് കേൾക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട്. പക്ഷെ നമ്മൾ ഈ ഹെഡ്സെറ്റ് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഹെഡ്സെറ്റിലുള്ള സൗണ്ടിനെ മാത്രം ഫോക്കസ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ടൊരു എക്സ്ട്രാ എഫേർട്ട് ഇടാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രെയിനോട് പറയുക ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ഒരിക്കലും ബ്രെയിന് നല്ലതല്ല. അത് പതിയെ പതിയെ പ്രശ്നം ഉണ്ടാക്കും. എവിടെയാ പ്രശ്നം ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ചെവിക്ക് 3 പാർട്ട് ഉണ്ടെന്ന്. അതില് മിഡിൽ ഇയറിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു രോമങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ സൗണ്ട് വേവ്സിനെ വളരെ ഈസി ആയിട്ട് ഉള്ളിലോട്ട് കടത്തി വിടുന്ന നമ്മുടെ സെൻസറി നെർവിലേക്ക് കണക്ട് ആകുന്ന ഭാഗമാണ്. അവിടെയുള്ള ഈ ചെറിയ ചെറിയ ഹെയറി ആയിട്ടുള്ള സെൽസ് നശിച്ചു പോകും. നശിച്ചു പോയ ശേഷം പിന്നീട് നമുക്ക് ഹിയറിംഗ് തിരിച്ചു കൊണ്ടുവന്നുള്ള എളുപ്പമുള്ള കാര്യമില്ല. ഇപ്പം 2024 റീസെന്റ് സ്റ്റഡി വന്നതനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണ്, 40 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നത്. അതും ഈ ഹെഡ്സെറ്റ് വെച്ച് ഉണ്ടാകുന്ന ഹിയറിംഗ് ലോസ് നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാനോ ഒരു പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതല്ലാതെ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇയറിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം. അപ്പൊ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇയർ വാക്സ് വരും. അത് നമ്മുടെ ഒരു ബോഡിയുടെ നാച്ചുറൽ കാര്യമാണ് ഇയർ വാക്സ് ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മുടെ ബോഡി ചെവിക്കകത്തേക്കുള്ള പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ വരാൻ തടഞ്ഞു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമുക്ക് ഇയർ വാക്സ്. ചെവി ക്ലീൻ ആയിട്ട് വെക്കുക എന്നത് പർപ്പസ് ആണ് അതിനുള്ള. പക്ഷെ ഈ ഇയർ വാക്സ് നമ്മൾ തന്നെ റിമൂവ് ചെയ്യുന്ന നല്ലതാണോ? ചിലർ തൂവലിട്ട് എടുക്കും, ഹെയർ പിൻ എടുത്തിട്ട് ചെയ്യും. അപ്പം ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ആയിട്ട് എല്ലാ രീതിയിലും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വിഷയത്തെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഒരു സെഷൻ നന്നായി ആസ്വദിച്ചു എന്ന് കരുതുന്നു. എന്താണ് ഡെഫ്നെസ്, ഡെഫ് കൾച്ചർ എന്താണ്, അതുപോലെ ആസ് എ പേഴ്സൺ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്ത് പറയാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഒന്നും Thank you, പറയാനില്ല Loris കേട്ടോ. ma'am. നല്ല ഒരു അവയർനെസ് തന്നു ഇതിനെ പറ്റി, സബ്ജക്റ്റിനെ പറ്റി. വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകത്തക്ക പോലെ. എനിക്ക് ഈ സൈൻ ലാംഗ്വേജ് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇത് പഠിക്കാനായിട്ട്. അത് എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും? സിമ്പിൾ ബേസിക് ആയിട്ടുള്ള സൈൻ ലാംഗ്വേജ് പഠിക്കാൻ. ഇപ്പം നിലവില് ഒരു കോഴ്സ് ആയിട്ട് നമുക്ക് എടുത്ത് പഠിക്കാനാണെങ്കിൽ തിരുവനന്തപുരത്ത് നിഷ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ 2 വർഷത്തെ ഡിപ്ലോമയാ, ഡിസ്ലി എന്ന് പറയും, ഡിപ്ലോമ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് 2 വർഷത്തെ കോഴ്സ്. നമ്മളത് കമ്മ്യൂട്ട് ചെയ്ത് ഡെയിലി ക്ലാസ്സിന് പോയി തന്നെ അറ്റൻഡ് ചെയ്യണം. അതാണ് നിലവിൽ ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിട്ട് നമുക്കുള്ളൂ. ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് RCA അപ്രൂവ്ഡ് എന്ന് പറയാനായിട്ടുള്ളൂ. അതല്ലാതെ നമുക്കൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ NGOs ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പം അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ല, ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബേസിക്സ് ജസ്റ്റ് പഠിക്കാൻ. ബേസിക്സ് ഇപ്പം നിലവിൽ ഇങ്ങനെ ഓരോരോ NGOs കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ISLRTC എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമുക്ക്. അത് ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് റിസർച്ച് സെന്റർ ആണ്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു റിസർച്ച് സെന്റർ ആണ്. ISLRTC എന്നാണ് പറയുന്നത്. ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ അടിച്ചു നോക്കുവാണെങ്കിൽ ISLRTCയുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് അവർ സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ ABCD തൊട്ട് 1 2 3 അതുപോലെ വേർഡ്സ് അതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഗ്രീറ്റിംഗ്സ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എല്ലാ കാര്യങ്ങളും കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറെക്കുറെ ഒരു 50% നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ദാറ്റ്സ് ബെനിഫിഷ്യൽ. താങ്ക് യു. വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. എസ്പെഷ്യലി ഇൻട്രസ്റ്റിംഗ്. കാരണം കുറച്ച് എന്താ പറയുക, ഒരു അൺഅവെയർ ഏരിയ, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഏരിയയിൽ നിന്ന് വന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തില് എനിക്ക് വീട്ടിൽ ഈ പണിക്കൊക്കെ വരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, ഈ സൈൻ ലാംഗ്വേജ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. സാധാരണ പോലെ അദ്ദേഹത്തിന്റെ പേരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്ത് ചെറിയ ചെറിയ ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ട്
മറ്റാളുകൾ ചെയ്യുന്ന ജോലി കണ്ടിട്ട് നാടൻ പണികളൊക്കെ ചെയ്യാൻ വരുന്ന ഒരാളുണ്ട്, ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്നു. ഇപ്പൊ എന്താണ് സ്ഥിതി എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായതായിട്ട് എന്റെ അറിവിലില്ല. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 25-30 വർഷം മുന്നേ ഉള്ള ഒരു ഓർമ്മയാണ്. അല്ലാതെ പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഈ ഭിക്ഷാടനക്കാരെ ഒക്കെ ആയിട്ട് ഡെഫ് ആൻഡ് ഡം ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സബ്ജക്ട് തന്നെ അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഹെലൻ കെല്ലർ എന്നൊരു വാക്ക് എന്തായാലും കേൾക്കാതെ പഠിക്കാതെ ആരും പോന്നിട്ടില്ല. അതൊരു അമേസിങ് ഒരു പ്രതിഭാസമായിരുന്നു ഹെലൻ കെല്ലർ എന്നത്, തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു സബ്ജക്ട് ഇവിടെ കൊണ്ടുവന്നതിനും ഇത്രയും അറിവുകൾ തന്നതിനും ഒരുപാട് നന്ദി. താങ്ക് യു. കീപ് ഗോയിങ്. ഓക്കെ ലോയ്സ് ജി, ഞാനൊരു ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അതായത് ഡെഫ്നെസ് പ്രിറ്റൻഡ് ചെയ്ത ഫേക്ക് ഡെഫ്നെസ്, അതിൻ്റെ ഇതാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ വന്നിട്ട് ഈ പേഷ്യൻസ് എല്ലാം അപ്പോയിന്റ്മെന്റ് ഞങ്ങൾക്ക് ഇവിടെ സ്കെഡ്യൂൾ ചെയ്യണം അമേരിക്കയിലെ. അപ്പോഴൊരു നേഴ്സിൻ്റെ അടുത്ത് വിളിച്ച ഒരു പേഷ്യന്റെ ഭാര്യ കുറച്ച് ഹിയറിംഗ് പ്രോബ്ലം ഉണ്ട് ഹസ്ബൻഡിന്, അത് കാരണം ഒന്ന് അപ്പോയിന്റ്മെന്റ്. അങ്ങനെ പേഷ്യന്റ് വരും, 17 വയസ്സ് പ്രായമുണ്ട്. ഇവിടെ മിക്കപ്പോഴും പേഷ്യന്റ് കൂടെ ഭാര്യ ഒന്നും വരത്തില്ല, അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ ഭർത്താവ് വരത്തില്ല, ഒറ്റയ്ക്കായിരിക്കും മിക്കപ്പോഴും. പേഷ്യന്റ് വന്നു, ഞാൻ അങ്ങേരത്ത് ഒന്ന് സംസാരിക്കുമ്പോൾ എല്ലാം നന്നായിട്ട് കേൾക്കുന്നു, നന്നായിട്ട് മറുപടി പറയുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു കമ്മ്യൂണിക്കേഷൻ എനിക്ക് കുറെ പ്രയാസപ്പെടേണ്ടി വരും എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, സി യു ആർ ഹിയർ ബിക്കോസ് ടു എവാലുവേറ്റ് യുവർ ഹിയറിംഗ് പ്രോബ്ലം. ഒന്നയാൾ ചിരിച്ചോണ്ട് പറയാണ്, അയാൾക്ക് 17 വയസ്സ് പ്രായമുണ്ട്. I don't have any hearing problem. I pretend that I'm not able to hear. Because she is constantly nagging. She is constantly whining. Okay, she is disturbing my peace of mind. So by pretending this, now I feel very comfortable. She has stopped coming and nagging me. So ഇതാണ് ഈ ഡെഫ്നെസ് കൊണ്ടുള്ള ഗുണം. ബ്ലെസ്സിങ് ആണ് ഡെഫ്നെസ് പ്രിട്ടൻഡ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡെഫ് ആണെന്ന് പറഞ്ഞാൽ. ഇത്രയും മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. താങ്ക്സ്. താങ്ക് യു സർ. ഓക്കെ ഓൾ, ഐ തിങ്ക് ഇന്ന് ക്ലാസ് സെഷൻ കഴിയുമ്പോൾ തന്നെ ഒരുപാട് സമയമായി. ഇറ്റ്സ് ടു ലേറ്റ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ വളരെ മനോഹരമായി തന്നെ ഈ ഒരു വിഷയം അല്ലെ, ആർക്കും ഒന്നും പറയാണ്ടാവില്ല. കാരണം എല്ലാവർക്കും ഈ ഒരു ഡെഫ് കൾച്ചർ എന്ന് പറയുന്നതും ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം പുതിയ അറിവാണ്. ഈവൻ ടു ഫാമിലിയിലോ അല്ലെങ്കിൽ നോൺ പേഴ്സണോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും, ഈവൻ വൺ തിങ് എനിക്ക് വളരെ ഇത് തോന്നിയത്, ഡെഫ് ആൻഡ് ഡം എന്ന് പറയുന്ന ആ ഒരു യൂസേജ് തന്നെ ശരിയല്ല എന്നും. ഡെഫ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, ദേ കാൻ സ്പീക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചത് ഒരു പുതിയ അറിവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ശരിയാണല്ലോ, കേട്ടാലല്ലേ മിണ്ടാൻ പറ്റുള്ളൂ, അവൻ കേൾക്കാത്തത് കൊണ്ടാണ് മിണ്ടാതെ പോയത് എന്നുള്ള കാര്യമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ നമുക്ക് ഒരാളെ പരിചയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് പറഞ്ഞ് മാം സെഷനിൽ പറഞ്ഞതിന് ശേഷം ഇവിടെ ആൾക്കാർ പറയുമ്പോൾ ഡെഫ് ആൻഡ് ഡം തന്നെയാണ് പറയുന്നത്. ബിക്കോസ് അത് നമ്മുടെ മനസ്സിൽ എംബഡഡ് ആയി ആ ഒരു യൂസേജ് അല്ലെ. അപ്പൊ മനോഹരമായ ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ആൾക്കാര് നമ്മളിപ്പോ പറയുന്ന പോലെ ഇൻക്ലൂസീവ് അല്ലെ, നമ്മുടെ കൂടെ ഇൻക്ലൂസീവായി കണക്കാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചും വിഷയങ്ങളെ കുറിച്ചും ഒരുപാട് ക്ലാസ്സുകളും അവയർനെസ്സും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ നമ്മൾ അവരെ ഈക്വലി റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുള്ളൂ എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നല്ലൊരു വിഷയത്തിൽ നല്ലൊരു ക്ലാസ് എടുത്ത് തന്നതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ലോയിസ് മാമിന് നല്ലൊരു ഇൻട്രോ പറഞ്ഞ ബിജു സാറിനും ഒരുപാട് നന്ദി. ഐ തിങ്ക് ആ സാർ ഉണ്ടല്ലോ അല്ലെ, അപ്പൊ സാറിന് ഒരുപാട് നന്ദി. ആൻഡ് ഇത്രയും നേരം നമ്മുടെ ഈ ഒരു സെഷൻ കേട്ടിരുന്നതും അതുപോലെ തന്നെ ആദ്യത്തെ ആ കഥയിലൂടെ ആ യാത്രയിൽ പങ്കെടുക്കാൻ ഇത്രയും നേരം ചെലവഴിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് ബുധനാഴ്ച വീണ്ടും കാണാം. അന്നും ഇതുപോലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.